ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ മുത്തുമണികളെ, നമ്മുടെ ഓണപരീക്ഷയ്ക്ക് അടുത്തെത്തിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി. ഏതാണ് മക്കളെ? താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി. ആരാണ് എഴുതിയത്? പ്രിയ AS അല്ലേ? നിങ്ങളുടെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഏത്? താളുകൾക്കിടയിലൊരു മയിൽപ്പീലി. എന്താണ് മക്കൾ ഇതിൻ്റെ കഥ എന്ന് പറയുന്നത്? ആരൊക്കെയാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ? അനുധാരയും നീലകണ്ഠനും അല്ലേ? ഒരുപാട് നാളിന് ശേഷം അസുഖം ബാധിച്ച് ഒരുപാട് നാളുകൾക്ക് ശേഷം സ്കൂളിലേക്ക് വരുന്ന അനുധാരിയെ സ്നേഹത്തോട് ചെന്ന് അല്ലേ തൻ്റെ കൂടെ ചേർത്ത് പിടിക്കുന്ന ആത്മാർത്ഥ സുഹൃത്തായ നീലകണ്ഠൻ. ഇവരുടെ സൗഹൃദത്തിൻ്റെ കഥയാണ് ഏതിൽ പറയുന്നത്? നമ്മുടെ താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി. ഇപ്പം ഈ താള് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷേ അനുധാരയുടെ ഓർമ്മയാകാമല്ലേ, ജീവിതത്തിൻ്റെ ഓർമ്മ. ഈ മയിൽപ്പീലി എന്ന് പറയുന്നത് അത്രയും സുന്ദരമായ നീലകണ്ഠനായിരിക്കും. അപ്പോൾ തൻ്റെ ഓർമ്മയിലെ മയിൽപ്പീലി അല്ലേ, താളാകുന്ന ഓർമ്മയിലെ മയിൽപ്പീലിയാകുന്ന നീലകണ്ഠനെ കുറിച്ചുള്ള പ്രിയ ASൻ്റെ അനുധാരയും നീലകണ്ഠനും കഥാപാത്രങ്ങളായി വരുന്ന സുന്ദരമായ സൗഹൃദത്തിൻ്റെ കഥ പറയുകയാണ് ഏതിൽ? താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലിയിലൂടെ. ഓൺ എക്സാമിന് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വരാവുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഒന്ന് പരിചയപ്പെടാം അല്ലേ? ഈ പാഠഭാഗം അവസാനിക്കുമ്പോൾ എങ്ങനെയാണ്? പനി വന്ന് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട നീലകണ്ഠൻ യാത്ര പറഞ്ഞു പോകുമ്പോൾ നിറ കണ്ണുകളുമായി അവന് കൊടുത്ത ആ നിറ പെൻസിലുമായി അവൻ്റെ കൈയും പിടിച്ച് വഴിയിലൂടെ നടന്നു പോകുന്ന അനുധാരയുടെയും നീലകണ്ഠൻ്റെയും ചിത്രത്തോടുകൂടിയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ സൗഹൃദത്തിൻ്റെ മനോഹരമായ കഥ പറയുകയാണ് ഇതിൽ നമ്മുടെ താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാം. ഇനി എൻ്റെ മക്കൾ, എൻ്റെ മുത്തുമണികൾ, 8ാം ക്ലാസ്സിൻ്റെ മുത്തുമണിക്ക് ഒരു ബാച്ച് ഉണ്ട്, ശക്തി ബാച്ച് എക്സാമിനറിൻ്റെ. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്ത മക്കൾ ഉറപ്പായി ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്, വർക്ക് ഷീറ്റ്സ്, റെക്കോർഡഡ് ക്ലാസ്, PDF ക്ലാസ് എല്ലാം കിട്ടുന്നതായിരിക്കും വെറും 2499 രൂപയ്ക്ക്. അപ്പോൾ ആവശ്യമുള്ള കുട്ടികൾ മുഴുവൻ മുത്തുമണികൾ ജോയിൻ ചെയ്യുക. 8ാം ക്ലാസ് നല്ല മാർക്കോടുകൂടി 9ലേക്ക് പോവുക. അപ്പോൾ ആവശ്യമുള്ള മക്കൾ, ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കൾ എന്ത് വേണം? ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു പാട്ടുണ്ട് അല്ലേ? നമുക്ക് സൗഹൃദം എന്ന് പറയുമ്പോൾ ഒരു പാട്ട് കയറി വരും. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല, തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ, തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ, നിവനൊരു ബാലനൽ നിവനൊരു കാലൻ. ആ പാട്ടിട്ടാ ഇത് സിനിമ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു പാട്ടാണല്ലേ. ഈ സിനിമയിൽ സൗഹൃദമാണ് പറയുന്നത് പ്രധാനമായും, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സൗഹൃദം. അതേപോലെ തന്നെ നീലകണ്ഠനും അനുധാരയും തമ്മിലുള്ള സൗഹൃദമാണ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ പ്രധാന വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ഓണത്തിന് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് എന്താണ് മക്കളെ? വിശകലന കുറിപ്പാണ്. എന്താണ് മക്കളെ വിശകലന കുറിപ്പ് എന്ന് പറഞ്ഞാൽ? ഒരു ചോദ്യം തന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശകലനം ചെയ്യുക. നിങ്ങളുടെ ബോധ്യങ്ങളിൽ വെച്ച് വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് എഴുതുക. ഓക്കെ. ഇപ്പം എന്താ ചോദ്യം? എൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ, ഈ വാക്യം മറന്നുപോയി അല്ലേ? എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി എന്ന് പറയുന്നു. ഈ വാക്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. എന്താണ് മക്കളെ? കുറിപ്പ് തയ്യാറാക്കുക. എന്താണ്? നീലകണ്ഠൻ അനുധാരയുടെ കണ്ണുകൾ നോക്കി ഇടയ്ക്കിടെ പറയും എൻ്റെ മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് അല്ലേ? അത് കേൾക്കുമ്പോൾ അനുധാര തൻ്റെ വേദനകളെല്ലാം മറന്നു പോകും. അപ്പോൾ ഈ ചോദ്യം വിശകലനം ചെയ്യാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ട് നോക്കാം. പ്രിയ AS എഴുതിയ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി അല്ലേ? താളെന്ന് പറയുന്ന ഒരു പക്ഷേ ഓർമ്മകളായിരിക്കാം, ജീവിതത്തിൻ്റെ ഓർമ്മ. മയിൽപ്പീലി എന്ന് പറയുന്നത് സൗഹൃദം നീലകണ്ഠനുമായുള്ള. ഇപ്പം മയിൽപ്പീലി പോലെ സുന്ദരമായ സൗഹൃദമാണ് നീലകണ്ഠനും അനുധാരയും തമ്മിലുള്ളത്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ നീലകണ്ഠനും അനുധാരയുമാണ്. ഇവർ തമ്മിലുള്ള നിഷ്കളങ്കമായ ആഴമേറിയ സൗഹൃദത്തെയാണ് ഈ കഥ വരച്ചിടുന്നത്. ബാല്യകാലത്തിൻ്റെ ഭൂരിഭാഗ ദിനങ്ങളിലും വിട്ടുമാറാത്ത അസുഖം കാരണം ആശുപത്രിവാസം ചെയ്യേണ്ടി വരുന്ന അനുധാരയുടെ കൂട്ട് നീലകണ്ഠനായിരുന്നു അല്ലേ? മിക്ക ദിവസങ്ങളിലും അനുധാരയ്ക്ക് സ്കൂളിലേക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം എന്താണ്? അസുഖം തന്നെ ബാധിച്ചിരിക്കുന്ന ആ വിട്ടുമാറാത്ത അസുഖത്തിൻ്റെ വേദനയാൽ മിക്ക ദിവസങ്ങളിലും അനുധാരയ്ക്ക് സ്കൂളിൽ വരാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ
നേരിയ ശമനം രോഗത്തിന് വരുമ്പോൾ അനുതാര മക്കളെ എവിടെ വരും? സ്കൂളിൽ വരും. എപ്പോൾ അനുതാരിയെ ഓടിച്ചെന്നൊരാൾ വന്നിരിക്കും. ആരാണത്? അല്ലേ? ആരും കൊതിക്കുന്നൊരാൾ വന്നു വീണ്ടും കാതിൽ സ്വകാര്യം പറഞ്ഞതാകാം. എന്ന് പറഞ്ഞാൽ ആരും കൊതിക്കുന്ന ഒരാൾ അല്ലേ? അതാരാണ്? അനുതാരയ്ക്ക് നീലകണ്ഠനാണ്. നീലകണ്ഠൻ ഓടി വന്ന് അനുതാരോട് മിണ്ടും അല്ലേ? അനുതാരേ സുഖമാണോ, നീ ഹാപ്പി ആണെന്നൊക്കെ ചോദിക്കും. ആ അസുഖം ബാധിച്ച ശേഷം ഒരു ഇടവേള കിട്ടുമ്പോൾ അനുതാര സ്കൂളിൽ വരും. അപ്പോൾ നീലകണ്ഠനുമായുള്ള സൗഹൃദം അനുതാരയ്ക്ക് വളരെയധികം ആശ്വാസമായി എന്ന് പറയണേ. ഓക്കെ, അവൻ അവൾക്ക് മയിൽപ്പീലികളും തൂവലുകളും മറ്റും നൽകുമായിരുന്നു അല്ലേ? മയിൽപ്പീലി നൽകും, നല്ല തൂവൽ ഇങ്ങനെ തരും അല്ലേ? പിന്നെയോ അവൾ സ്വയം വരച്ച ചിത്രങ്ങൾ അതിന് പകരമായി നൽകും. നീലകണ്ഠൻ അനുതാരയ്ക്ക് മയിൽപ്പീലികളും അല്ലേ പക്ഷിത്തൂവലും ഒക്കെ കൊടുക്കുമ്പോൾ അനുതാര എന്താണ് അവന് പകരം നൽകുക? അവൾ വരച്ച ചിത്രങ്ങളാണ് നൽകുക. പ്രിയ മിത്രങ്ങളെ, നീലകണ്ഠൻ്റെ അകമഴിഞ്ഞ പ്രോത്സാഹനം അവൾക്ക് വീണ്ടും ചിത്രങ്ങൾ വരയ്ക്കാനുള്ള പ്രചോദനമായി തീർന്നു. സൗഹൃദം അങ്ങനെയാണല്ലേ? അനുതാര ചിത്രം വരയ്ക്കുമ്പോൾ നീലകണ്ഠൻ പറയും, ഹായ് എന്തു മനോഹരമായ ചിത്രം. ഇത് കേൾക്കുമ്പോൾ അനുതാരയ്ക്ക് ഒരുപാട് സന്തോഷമാവും. അനുതാര വീണ്ടും ചിത്രം വരയ്ക്കും അല്ലേ? ഇതാണ് അവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ പ്രതീകം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും ഭംഗി മയിൽപ്പീലിക്കാണെന്ന് നീലകണ്ഠൻ വിശ്വസിച്ചിരുന്നു. നീലകണ്ഠൻ അനുതാരയ്ക്ക് മയിൽപ്പീലിയാണ് കൊണ്ടുകൊടുക്കുക. അതിന് കാരണം എന്താണ്? ലോകത്തിൽ വെച്ച് ഏറ്റവും ഭംഗി മയിൽപ്പീലി കാണുന്ന വിശ്വാസമാണ് നീലകണ്ഠനുള്ളത്. അതുപോലെ തന്നെയാണ് തൻ്റെ സുഹൃത്ത് അനുതാരയ്ക്കും ഇത്തരത്തിൽ നല്ല മനോഹാരിത ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് നീലകണ്ഠൻ അനുതാരയ്ക്ക് മയിൽപ്പീലി കൊടുക്കുന്നത്. കൂടാതെ എന്താണ് പറയുക? മയിൽപ്പീലി കണ്ണി എന്ന് പറയല്ലേ? ആ മയിൽപ്പീലിയുമായിട്ടാണ് കണ്ണുകളെ സാദൃശ്യപ്പെടുത്തിയത്. ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരത ഇതിനാണ്, മയിൽപ്പീലിക്കാണ് എന്നാണ് നീലകണ്ഠൻ്റെ വാദം. അതുകൊണ്ടാണ് നീലകണ്ഠൻ തൻ്റെ പ്രിയ സുഹൃത്തായ അനുതാരയുടെ കണ്ണുകളെ വിശേഷിപ്പിച്ചത് എന്ത്? മയിൽപ്പീലി കണ്ണുകളെന്ന്. വേദനയെ മറന്ന് അനുതാരയിൽ നവോന്മേഷം വരുത്തിയതും ഈ വാക്കുകളാണ്. നീലകണ്ഠൻ അനുതാരയോട് പറയും മയിൽപ്പീലി കണ്ണി എന്ന് പറയുമ്പോൾ അനുതാരയ്ക്ക് ഒരുപാട് സന്തോഷം വരും. അപ്പോൾ അനുതാര ആ നിമിഷം തൻ്റെ വേദനകളെല്ലാം മറന്നു പോകുമെന്നാണ് മക്കളെ പറയുന്നത്. എന്താ അല്ലേ സൗഹൃദത്തിൻ്റെ ഒരു സുന്ദരത എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്താണ്? കഥാപാത്ര നിരൂപണം അല്ലേ? ഒരു കഥാപാത്ര നിരൂപണം ചിലപ്പോൾ വരാം. നീലകണ്ഠനെ കഥാപാത്ര നിരൂപണം ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൻ പറ്റണം? രണ്ട് കുട്ടികൾ തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിൻ്റെ ആഴം പ്രമേയമാക്കിക്കൊണ്ട് പ്രിയ AS എഴുതിയ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി. എന്താണ് മക്കളെ? താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി. രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള ആത്മബന്ധം വെളിവാക്കുന്ന കഥയാണ് താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി. ഈ കഥയിലെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ് നീലകണ്ഠനും അനുതാരയും. സ്കൂൾ അധ്യയനത്തിൻ്റെ ഭൂരിഭാഗ ദിനങ്ങളിലും അസുഖം ബാധിച്ച് ആശുപത്രിവാസം ചെയ്യേണ്ടി വരുന്ന അനുതാരയുടെ ബാല്യത്തിൽ വെളിച്ചം വീശിയിരുന്ന കൂട്ടുകാരനാണ് ആര്? നീലകണ്ഠൻ. എന്താ വരി? അനുതാരയുടെ ബാല്യത്തിൽ വെളിച്ചം വീശിയിരുന്ന കൂട്ടുകാരനാണ് ആര് മക്കൾ? നീലകണ്ഠൻ. ഭൂരിഭാഗ ദിനങ്ങളിലും അസുഖം ബാധിച്ച് സ്കൂളിൽ വരാതിരുന്ന അനുതാര സ്കൂളിലേക്ക് വരുമ്പോൾ അവൾക്ക് ആശ്വാസമായി അവളെ ചേർത്ത് പിടിക്കുന്ന ഒരു സുഹൃത്താണ് ആര്? നമ്മുടെ നീലകണ്ഠൻ. ഇപ്പോൾ ആത്മാർത്ഥതയുള്ള സുഹൃത്താണ് ആര്? നീലകണ്ഠൻ. ഒരു ക്വാളിറ്റി ആയില്ലേ കഥാപാത്രത്തിന് അല്ലേ? പിന്നെന്താണ്? നീണ്ട ദിനങ്ങൾക്ക് ശേഷം സ്കൂളിലേക്ക് പോകുന്ന അനുതാരയെ കൂട്ടുകാർ പലരും മറന്നുപോയിരുന്നു. നീലകണ്ഠൻ അനുതാരയ്ക്ക് നോട്ട് പുസ്തകം വാങ്ങി പഠിപ്പിച്ചതൊക്കെ എഴുതി പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു അല്ലേ? സ്കൂളിലേക്ക് വരാതാകുമ്പോൾ അനുതാരയെ എല്ലാ സുഹൃത്തുക്കളും മറന്നു. എല്ലാവരും മറന്നപ്പോൾ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച അല്ലേ? എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ, നിന്നിലലിയാൻ ഒന്നു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ ഇന്നുമെന്നും ഒരു പുഴയായി ആരാധികേ. അതുപോലെ എന്താണ് നീലകണ്ഠൻ പറയുകയാണ്, എല്ലാ സുഹൃത്തുക്കളും അനുതാരയെ മറന്നുപോയപ്പോഴും നെഞ്ചോട് നെഞ്ചിൽ ചേർത്ത് വെച്ച ഒരു സുഹൃത്തായിരുന്നു, അവളെ മറക്കാത്തൊരു സുഹൃത്തായിരുന്നു ആര്? നീലകണ്ഠൻ. ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നീലകണ്ഠൻ അനുതാരയെ പഠിപ്പിക്കുന്നു. പിന്നെ എന്താണ് നീലകണ്ഠൻ ചെയ്യുന്നത്? അനുതാരയ്ക്ക് നോട്ടുകൾ എഴുതി കൊടുക്കുന്നു. പിന്നെയോ അവളുടെ ദയനീയ സ്ഥിതി മനസ്സിലാക്കി അധ്യാപകർ അറിയാതെ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു. കോപ്പിയുടെ തെറ്റാണ്, പക്ഷേ അനുതാരയ്ക്ക് പഠിക്കാൻ കഴിയില്ല എന്ന കാര്യം മനസ്സിലാക്കിയ നീലകണ്ഠൻ പരീക്ഷ ഹാളിൽ അവളെ സഹായിക്കുന്നു.
ഒരു ആത്മാർത്ഥ സൗഹൃദത്തിൻ്റെ പ്രതീകങ്ങളായി എന്തൊക്കെയാണ് വരുന്നേ? അവളെ മറക്കാത്ത സുഹൃത്ത്, അവളെ നെഞ്ചോട് ചേർക്കുന്ന സുഹൃത്ത്, അവളെ ചിരിപ്പിക്കുന്ന സുഹൃത്ത്, അവളുടെ ചിത്രങ്ങൾ വരക്കുമ്പോൾ അവളെ പ്രോത്സാഹിപ്പിക്കുന്ന സുഹൃത്ത്, അവളുടെ അസുഖം മറക്കാൻ വേണ്ടി അവളുടെ കൂടെ ചേർന്ന് തമാശകൾ പറയുന്ന സുഹൃത്ത്, നോട്ട് എഴുതി കൊടുക്കുന്നു, അവളെ പഠിപ്പിക്കുന്നു, എക്സാം ഹാളിൽ ആരും അറിയാതെ എല്ലാം എഴുതി കൊടുക്കുന്നു, മയിൽപ്പീലിയും താമരമൊട്ടും തൂവലുകളും എല്ലാം സമ്മാനിച്ചിരുന്നു ആര്? നീലകണ്ഠൻ അനുധാരയ്ക്ക്. അതിനു പകരമായി അനുധാര താൻ വരച്ച ചിത്രങ്ങൾ നീലകണ്ഠൻ നൽകുമ്പോൾ നന്നായി പ്രോത്സാഹിപ്പിച്ചിരുന്നു അല്ലേ? പ്രോത്സാഹനം എന്താണ് മക്കളെ? പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. കാരണം എന്താണ്? അനുധാര എന്ന് പറയുന്ന ആ രോഗം ബാധിച്ച കുട്ടി ചിത്രം വരയ്ക്കുമ്പോൾ ആ ചിത്രം എന്തു മനോഹരമായിരുന്നു എന്ന് തുറന്നു പറയുകയാണ്, അവളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ആര്? നമ്മുടെ പ്രിയപ്പെട്ട നീലകണ്ഠൻ. പിന്നെയും തുടർന്ന് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള പ്രേരകമായി തീർന്നു ഇത്തരം അനുഭവങ്ങൾ അനുധാരയ്ക്ക്. അവളുടെ കഴിവിനെ കൂടി പ്രോത്സാഹിപ്പിക്കുന്ന ആത്മാർത്ഥ സുഹൃത്തായി ആര് വരുന്നു? നീലകണ്ഠൻ വരുന്നു. അച്ഛനില്ലാത്ത കുട്ടിയായിരുന്നിട്ടും വീട്ടിൽ പഠന പ്രക്രിയയെ മുന്നോട്ട് നയിക്കാൻ ആരോരുമില്ലാതിരുന്നിട്ടും പഠനത്തോടുള്ള അഭിനിവേശം ജനിപ്പിച്ച മുന്നേറാൻ നീലകണ്ഠന് കഴിഞ്ഞിരുന്നു അല്ലേ? വീട്ടിൽ ആരുമില്ല, അച്ഛൻ മരിച്ചുപോയ കുട്ടിയായിരുന്നു ആര്? നീലകണ്ഠൻ. എന്നിട്ടും ആത്മവിശ്വാസത്തോടുകൂടി ദൃഢവിശ്വാസത്തോടുകൂടി പഠിച്ചു മുന്നേറും. നമ്മളിങ്ങനെ പറയല്ലേ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്ന് പറയുന്നത് പോലെ അച്ഛൻ മരിച്ചു പോയിട്ടും പരാജയപ്പെടാതെ വീണ്ടും പഠിച്ച് മുന്നേറുന്ന ആത്മാർത്ഥതയുള്ള സത്യസന്ധനായ ആത്മവിശ്വാസമുള്ള കുട്ടിയാണ് ആര്? നീലകണ്ഠൻ. പിന്നെന്താണ്? കാഴ്ചയെ മറക്കുന്ന അസുഖം വന്ന് പഠനം പോലും മുടങ്ങിയ നേരങ്ങളിൽ നിർമ്മമനായി ഉള്ളിൽ ദുഃഖം ഒളിപ്പിക്കുന്ന നിർധന ബാല്യത്തിനുടമയായ വിദ്യാർത്ഥിയാണ് നീലകണ്ഠനിൽ കാണാൻ കഴിയുക അല്ലേ? അവസാനം പണി പിടിച്ച് തൻ്റെ കണ്ണുകളിൽ കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ തളർന്നു പോകുന്ന, എന്നാലും തളർച്ചയിൽ ഉള്ളിൽ കരയുമ്പോഴും പുറമേ കരച്ചിൽ കാണിക്കാതെ എല്ലാവരെയും ചിരിപ്പിക്കുന്ന കഥാപാത്രമായി എപ്പോഴും അല്ലേ പോസിറ്റീവ് എനർജി തരുന്ന, നല്ല കാര്യങ്ങളിൽ നല്ല സുഹൃത്തായി മാറുന്ന, ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട എന്ന് പറയാവുന്ന ആത്മാർത്ഥ സുഹൃത്തായി നമുക്ക് നീലകണ്ഠൻ്റെ കഥാപാത്രത്തെ വർണ്ണിക്കാൻ സാധിക്കും. അടുത്തൊരു ചോദ്യം, കപട ലോകത്തിൽ നഷ്ടപ്പെടുന്ന ആത്മാർത്ഥ സൗഹൃദം, ഈ വിഷയത്തെ ആസ്പദമാക്കി ഉപന്യാസം തയ്യാറാക്കുക. മക്കളെ എന്താണ് ചോദ്യം? ഉപന്യാസം തയ്യാറാക്കാൻ ചോദ്യം പ്രതീക്ഷിക്കാം മക്കളെ ഉപന്യാസത്തിന്. ഓക്കെ, എൻ്റെ കൂട്ടൊരു തലക്കെട്ട് കൊടുക്കണം, ആമുഖം വേണം, പാരഗ്രാഫ് ആക്കണം, ശരീരഘടന വേണം, ഉപസംഹാരം വേണം. ഓക്കെ, ഇതൊക്കെയാണ് ഉപന്യാസത്തിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്, അത് മറക്കാൻ പാടില്ല. ഇപ്പം എന്തായിരിക്കും ചോദ്യം? കപട ലോകത്തിൽ നഷ്ടപ്പെടുന്ന ആത്മാർത്ഥ സൗഹൃദം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കാൻ. ഇപ്പം നമുക്ക് തലക്കെട്ട് എന്താണ് കൊടുക്കുക? എന്ത് തലക്കെട്ട് കൊടുക്കാൻ പറ്റും? അല്ലെ, നഷ്ട സൗഹൃദം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്ത് കൊടുക്കാൻ പറ്റും? എന്താണ്? നെഞ്ചോട് ചേർക്കാം എന്ത്? യെസ്, സൗഹൃദം. നെഞ്ചോട് ചേർക്കാം സൗഹൃദം. ഇതൊരു തലക്കെട്ടാണ്. ഇതേപോലെ എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് തലക്കെട്ടുകൾ കമൻറ്റ് ചെയ്യുക. അതെന്ത് ചെയ്യുക? നിങ്ങൾ എക്സാമിനും കൂടി ഉപന്യാസം ചോദിച്ചാൽ എഴുതാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഉപന്യാസം എഴുതുമ്പോൾ ആദ്യം എന്ത് വേണം? തലക്കെട്ട് വേണം, പിന്നെ ഒരു ആമുഖം വേണം. ആധുനിക ലോകത്തെ സൗഹൃദത്തിൻ്റെ പ്രാധാന്യം വളരെ കുറഞ്ഞു വരികയാണ്, അല്ലെങ്കിൽ പ്രാധാന്യം തീരെ കുറഞ്ഞു വരികയാണ്. ആത്മാർത്ഥ സൗഹൃദം ഇന്ന് വളരെയേറെ വിരളമാണ് അല്ലേ? ആത്മാർത്ഥ സൗഹൃദം അല്ലേ, ശരിക്കുള്ള സൗഹൃദം ഇന്ന് കുറച്ചാണ്, വിരളമാണ്. പഴയ കാലങ്ങളിൽ ചങ്ക് കൊടുത്ത് സ്നേഹിക്കുന്ന സുഹൃത്തുക്കളെ കാണാൻ കഴിയും. എന്നാൽ ഇന്നോ ചങ്ക് പറിച്ചെടുക്കുന്ന സുഹൃത്തുക്കളാണെന്ന് സാരം അല്ലേ? പണ്ട് ആത്മാർത്ഥമായ സൗഹൃദമാണ്, പണ്ട് ചതിയോ വഞ്ചനയോ ഒന്നുമില്ല. പക്ഷെ ഇന്നെന്താണ്? എല്ലാവരും എന്തൊക്കെയൊരു ലാഭത്തിലാണ് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക. പണ്ട് ചങ്ക് കൊടുത്ത് സ്നേഹിക്കും, ഇന്നെന്താണ്? ചങ്ക് പറിച്ചെടുക്കാൻ ശ്രമിക്കും. എല്ലാവരും ഇല്ല കേട്ടോ, ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട്. അതൊക്കെ നമ്മൾ മാറ്റണം. ഏതെങ്കിലും ഒരു ലാഭത്തിന് അല്ലെങ്കിൽ നേട്ടത്തിനല്ലാതെ നമ്മൾ പലരും സൗഹൃദത്തിലേക്ക് ചെന്ന് എടുക്കാറില്ല. എന്നാൽ എല്ലാവരിലും ഇത് കാണാൻ കഴിയില്ല. എല്ലാവരും ഇതേപോലെ അല്ല കേട്ടോ. ചിലർ ആത്മാർത്ഥമായ സൗഹൃദങ്ങളിൽ ഏർപ്പെടുന്നു. അനുധാരിയെയും നീലകണ്ഠനെയും പോലെ ഒരുപാട് ദിവസം കാണാതാകുമ്പോൾ, മിണ്ടാതാകുമ്പോൾ നെഞ്ചുപിടയുന്ന ആ ഹൃദയബന്ധം തന്നെയാണ് സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം. നെഞ്ചുപിടയുന്ന അല്ലെ, ഒരുപാട് കാലം കാണാതിരിക്കുമ്പോൾ നെഞ്ചുപിടയുന്ന ആ ഹൃദയബന്ധമാണ് സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.
താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി എന്ന കഥയിൽ വ്യക്തമാകുന്നതും ഇതേ സൗഹൃദത്തിൻ്റെ സൗന്ദര്യം തന്നെയാണ്. ഈ കഥയിലും വ്യക്തമാകുന്നത് എന്താണ്? സൗഹൃദത്തിൻ്റെ മനോഹാരിതയാണ്. സമകാലിക ലോകത്ത് സ്നേഹത്തിൽ വിഷം ചേർക്കപ്പെടുകയാണ്. ഇന്നത്തെ ലോകത്ത് സ്നേഹത്തിൽ വിഷം ചേർക്കുന്നു. എങ്ങനെയൊക്കെയാണ്? കാമുകന് വിഷം കൊടുത്തു കൊല്ലുന്ന കാമുകി, സുഹൃത്തിനെ വഞ്ചിക്കുന്ന കൊല്ലുന്ന മറ്റൊരു സുഹൃത്ത്, മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലാക്കുന്ന മക്കളെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന മാതാപിതാക്കൾ, ആക്രമണങ്ങളും തീവ്രവാദങ്ങളും പെരുകുന്നു. ഇത്തരത്തിലുള്ള ഈ പ്രവർത്തികൾ എല്ലാം കൊണ്ട് തന്നെ ലോകം കലുഷിതമായിരിക്കുന്നു. അല്ല മക്കളെ, ഇതൊക്കെ ഒന്ന് നോക്കി പഠിക്കുക. എന്താണ് ഇന്നത്തെ കാലത്ത് എന്തൊക്കെയാണ്? മാതാപിതാക്കളെ മക്കൾ ഉപേക്ഷിക്കുന്നു, മക്കളെ മാതാപിതാക്കൾ ഉപേക്ഷിക്കുന്നു, സുഹൃത്തുക്കൾ പരസ്പരം കൊല്ലുന്നു, പിന്നെ കാമുകൻ കാമുകിക്ക് വിഷം കൊടുക്കുന്നു, കാമുകൻ കാമുകിയെ കൊല്ലുന്നു. ഇത്തരത്തിൽ ലോകം ഇങ്ങനെ യുദ്ധങ്ങളും ആക്രമണങ്ങളും ചതികളുമായി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കലുഷിതമാണ് അല്ലേ? ആയതിനാൽ ലോകം നേരിടുന്ന പ്രശ്നങ്ങളിൽ വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആത്മാർത്ഥ സൗഹൃദങ്ങൾ നഷ്ടപ്പെടുക എന്നത് തന്നെയാണ്. ആയതിനാൽ നമുക്ക് ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും ഒരാപത്ത് വന്നാൽ ഓടിയെത്താനും ഒരാളെയെങ്കിലും ഭൂമിയിൽ നമുക്കായി അവശേഷിപ്പിക്കണം. അതിനെ നമുക്ക് മനോഹരമായ ഭാഷയിൽ വിളിക്കാം ആത്മാർത്ഥ സൗഹൃദം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മുത്തുമണികളെ, നിങ്ങൾ നല്ലൊരു ഉപന്യാസം എഴുതണം കേട്ടോ. ഉപന്യാസം ഈ ചോദ്യത്തിൽ നിന്നും ഈ പാഠത്തിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാനായി സാധിക്കും. അടുത്ത ചോദ്യം, അനുധാരയ്ക്ക് എങ്ങനെയാണ് നീലകണ്ഠൻ്റെ സൗഹൃദം ഇത്രമാത്രം മനോഹരമായി തീർന്നത്? അല്ലേ, ഒരാൾക്ക് എങ്ങനെയാണിടാ മറ്റൊരാളുടെ സൗഹൃദം ഇത്രമാത്രം മനോഹരമായി തീരുക എന്നതാണ് ചോദ്യം. നോക്കാം. തന്നെ വിട്ടുപോകാത്ത അസുഖത്തിൻ്റെ വേദനയുമായി സ്കൂളിൽ വരുന്ന അനുധാരയ്ക്ക് ആശ്വാസം പകരുകയാണ് നീലകണ്ഠൻ. അല്ലേ, അനുധാരയ്ക്ക് ആശ്വാസമാണ് ആര് മക്കളെ? നീലകണ്ഠൻ. തൻ്റെ കളിച്ചിരികളിലൂടെയും കരുതലിലൂടെയും തമാശകളിലൂടെയും നീലകണ്ഠൻ അനുധാരയെ സന്തോഷിപ്പിക്കുന്നു. പാഠഭാഗത്തിലില്ലേ അനുതാര അനുധാര അനുധാര AS എന്നൊക്കെ പറഞ്ഞ് നീലകണ്ഠൻ അനുധാരയെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലേ? ഒരു പരിധിവരെ അവളുടെ വേദനകളെ നീലകണ്ഠൻ്റെ തമാശയിലൂടെ മറക്കാൻ ശ്രമിക്കുകയാണ് സുഹൃത്തുക്കളെ നീലകണ്ഠൻ ഇത്തരം പ്രവൃത്തികളിലൂടെ. അവളുടെ നോട്ടുകൾ എഴുതി കൊടുത്തു, വിട്ടുപോയ ക്ലാസ്സുകളിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും അവൻ അവളെ ചിരിപ്പിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായി അല്ല ഉറ്റ സുഹൃത്തായി മാറുന്നു. പിന്നെ ആരും കാണാതെ പരീക്ഷയ്ക്ക് ഉത്തരം കാണിച്ചു കൊടുത്തു നീലകണ്ഠൻ അവളെ സ്നേഹിക്കുകയും ചെയ്യുന്നു. മക്കളെ, ആത്മാർത്ഥമായ സൗഹൃദം എത്ര മനോഹരമായാലും അല്ലേ, ആത്മാർത്ഥമായ സൗഹൃദം എന്ന മനോഹരമായ ലോകത്ത് അവർ രണ്ടുപേരും ഉറ്റ ചങ്ങാതിമാരായി കഴിയുന്നു. ആത്മാർത്ഥ സൗഹൃദം എന്ന മനോഹരമായ ലോകത്ത് നീലകണ്ഠനും അനുധാരയും ഉറ്റ ചങ്ങാതിമാരായി കഴിയുന്നു. കൂടാതെ അനുധാര വര ചിത്രങ്ങളെ പ്രോത്സാഹിപ്പിച്ചും ഇനിയും വരക്കാനുള്ള പ്രചോദനം നൽകിയും നീലകണ്ഠൻ അനുധാരയുടെ മനസ്സിൽ ഉറ്റ ചങ്ങാതിയെ ഇടം പിടിക്കുന്നു. അനുധാരയെ ചിരിപ്പിച്ചും അവളുടെ കൂടെ അവളെ ചേർത്ത് നിർത്തിയും അവളുടെ വേദനകളിൽ ആശ്വാസം പകർന്നും അവളുടെ ചിത്രങ്ങളെ പ്രോത്സാഹിപ്പിച്ചും ആരും കാണാതെ പരീക്ഷയ്ക്ക് കാണിച്ചു കൊടുത്തും പിന്നെ എന്താണ് അവളുടെ നോട്ടുകളൊക്കെ എഴുതി കൊടുത്തും പറഞ്ഞു കൊടുത്തും നീലകണ്ഠൻ അനുധാരയ്ക്ക് ഒരു ഉറ്റ ചങ്ങാതിയായി അല്ലേ അനുധാരയുടെ നെഞ്ചിൽ ഇടം പിടിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത ചോദ്യം എന്താണ്? നഷ്ടപ്പെട്ടിട്ടില്ല ആത്മാർത്ഥ സൗഹൃദം എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം തയ്യാറാക്കുക. മക്കൾ, എന്താണ് ചോദ്യം? പ്രഭാഷണം തയ്യാറാക്കാനാണ് ചോദ്യം. ഓക്കെ, പ്രഭാഷണം തയ്യാറാക്കുക. എങ്ങനെയാണ് പ്രഭാഷണം തയ്യാറാക്കുക? ഓർമ്മയുണ്ടോ? ആദ്യം നമ്മൾ എന്ത് വേണം? മാന്യ സദസ്സിന് വന്ദനം, ഒരു അഭിസംബോധന ആദ്യം വേണം. പിന്നെ കാര്യങ്ങളെ പറയാൻ തുടക്കം വേണം. പിന്നെ ശരീരഘടനയുണ്ട്, ഓരോ കാര്യങ്ങൾ വ്യക്തമായി പറയുക. പിന്നെ അവസാനം ഉപസംഹാരം വേണം. നമുക്കിത് പറയലല്ല മറിച്ച് എഴുതലായതുകൊണ്ട് പാരാഗ്രാഫാക്കി ഒരു പേജെങ്കിലും മിനിമം നിങ്ങൾ പ്രഭാഷണം എഴുതണം കേട്ടോ. നമുക്കൊരു ഫോർമാറ്റ് നോക്കാം. സ്നേഹപൂർവ്വം എല്ലാവർക്കും നമസ്കാരം, അങ്ങനെ വേണമെങ്കിൽ പറയാം. മാന്യ സദസ്സിന് നമസ്കാരം എന്ന് പറയാം, അല്ലെങ്കിൽ നമസ്കാരം എന്നും കൂടി പറയാം. ഓക്കെ, അങ്ങനെ വേണം തുടങ്ങാൻ പ്രഭാഷണം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സൗഹൃദം എന്ന അതിയായ സുന്ദരമായ വിഷയത്തെക്കുറിച്ചാണ്. സൗഹൃദം അതായത് സ്നേഹത്തിൻ്റെ മറ്റൊരു രൂപം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സഹപാഠിയുമായോ പക്കത്തെ അല്ലെങ്കിൽ അടുത്തെ പെൺകുട്ടിയുമായോ ആരുമായെങ്കിലും ഒരു ആത്മബന്ധം ഉണ്ടാകുമ്പോൾ ആ ബന്ധം സൗഹൃദമാകുന്നു അല്ലേ. സൗഹൃദത്തിന് ആൺപെൺ വ്യത്യാസമുണ്ടോ? ഇല്ല. അനുധാരയും നീലകണ്ഠനും നോക്കൂ, ആൺപെൺ സൗഹൃദത്തിന് വ്യത്യാസമുണ്ടോ? ഇല്ല. അവിടെയാണ് സൗഹൃദം ബ്യൂട്ടിഫുള്ളായി മനോഹരമായി തീർന്നത് മക്കളെ അല്ലേ. ഒരു ജെൻഡർ അല്ലേ, തൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളെ ലിംഗം മാനിച്ചുകൊണ്ട് അവരുടെ ജെൻഡർ മാനിച്ചുകൊണ്ട് അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിൻ്റെ പേരാണ് സൗഹൃദം, ആത്മാർത്ഥമായ സൗഹൃദം. പിന്നെന്താ പറയുക, നമുക്ക് സൗഹൃദം എന്നത് തുല്യതയുടെ, വിശ്വാസത്തിൻ്റെ, ആത്മീയ ബന്ധത്തിൻ്റെ അടയാളമാണ് അല്ലേ. സൗഹൃദം വിശ്വാസം വേണം, തുല്യത വേണം, ഇതൊക്കെയാണ് സൗഹൃദം എന്ന് പറയുന്നത്. അതിനാൽ
ലോകത്തെ ഏറ്റവും വിലപ്പെട്ട വരദാനം എന്ന് സൗഹൃദത്തെ വിശേഷിപ്പിക്കാം. സൗഹൃദത്തിനെ ലോകത്തിലെ ഏറ്റവും വലിയ വരദാനമായി, അനുഗ്രഹമായി വിശേഷിപ്പിക്കാം. നല്ലൊരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. ഒരു സുഹൃത്തെങ്കിലും നിങ്ങളെ തേടി വരാൻ ഈ ഭൂമിയിൽ ഉണ്ടാകണം. നിങ്ങളപ്പോൾ വലിയ ഭാഗ്യവാന്മാരായി തീരും. ഓക്കെ, നല്ലൊരു സുഹൃത്ത് ദുഃഖത്തിൽ പാടുപെടുമ്പോൾ കണ്ണീരാകുകയും സന്തോഷത്തിൽ നമ്മുടെ കൂടെ പങ്കുകൊള്ളുകയും ചെയ്യുന്നു. അങ്ങനെ എഴുതാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ണീര് പൊഴിക്കും, നമ്മുടെ കൂടെ ആകുന്നു സുഹൃത്ത്. നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കുന്നു. ഒരു മികച്ച സുഹൃത്ത് നമ്മുടെ ജീവിതം മാറ്റിയെടുക്കാൻ ശക്തിയുള്ളവനാണ് അല്ലേ? ഒരു മികച്ച സുഹൃത്ത് നമ്മുടെ കൂടെ ചേരും. നമ്മുടെ ജീവിതത്തെ മാറ്റി നിർത്താൻ പോലും ശക്തിയുള്ളവനാണ് നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത്. ഒരു നല്ല സുഹൃത്ത് 1000 ദുർഭാഗ്യങ്ങളെ തടയുന്നു എന്നത് ഒരു ചൊല്ലാണ്. നമുക്ക് വരുന്ന ദുർഭാഗ്യങ്ങൾ, ചീത്ത വശങ്ങൾ, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം തടയാൻ ഒരു ആത്മാർത്ഥ സുഹൃത്ത് മതിയടാ, മറന്നു പോകരുത്. ഇളം വയസ്സിലുണ്ടാകുന്ന നല്ല സൗഹൃദങ്ങൾ ജീവിതത്തിൽ അനന്തരകാലത്തേക്കും ഓർമ്മിക്കാൻ പോകുന്ന തനതായ അനുഭവങ്ങളാണ്. ബാല്യകാലം മുതൽക്കേ നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ടോ? ഇപ്പോഴും എടുത്തു പറയാൻ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇന്നത്തെ ലോകത്ത് നമ്മുടെ ജീവിതങ്ങൾ കപടമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല സൗഹൃദങ്ങൾ നിലനിർത്തുന്നത് തന്നെ ഒരു കഴിവാണ്. കപടമായി ലോകത്തെ നമ്മൾ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. ഇന്നത്തെ ഡിജിറ്റൽ കാലത്ത് അഭിനയമായ ജീവിത ബന്ധങ്ങളിൽ നിന്നും നമ്മൾ യഥാർത്ഥ സൗഹൃദത്തിലേക്ക് തിരികെ പോകേണ്ടത് അനിവാര്യമാണ്. എല്ലാവരും ഫോണിലല്ലേ? ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ആത്മാർത്ഥ സുഹൃത്തിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് എന്നാണ് എൻ്റെ മക്കൾ ഓർക്കേണ്ടത്. സൗഹൃദം വേണം, പക്ഷേ അതിനെ സംരക്ഷിക്കേണ്ടതും വളർത്തേണ്ടതും നമ്മുടെ ഒരു കടമയാണ്. നമുക്ക് റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യാൻ സിമ്പിളാണ്, സൃഷ്ടിക്കാൻ സിമ്പിളാണ്, മെയിൻറ്റെയിൻ ചെയ്യാനാണ് പണി അല്ലേ? അതിങ്ങനെ പരിപാലിച്ച് പോകാനാണ് പണി. പക്ഷേ ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ നമ്മൾ എന്ത് വേണം മക്കളെ? ചേർത്ത് പിടിക്കണം. പിന്നെന്താണ് നമുക്ക് പറയാൻ സാധിക്കുക? സൗഹൃദം അതൊരു പുഷ്പം പോലെ പരിചരണം ചെയ്യുമ്പോഴേ അത് പുഷ്പിക്കുകയുള്ളൂ. സൗഹൃദം എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയൊരു ഫ്ലവർ പോലെയാണ് അല്ലേ? ഫ്ലവർ ഇന്ത്യ പുഷ്പ ഫയറു എന്ന് പറയുന്നത്. അതേപോലെ സൗഹൃദം എന്ന് പറയുന്നത് ഒരു പുഷ്പം പോലെയാണ്, മനോഹരമായ പൂക്കൾ പോലെയാണ്. അതിനെ നല്ല വൃത്തിയിൽ പരിചരണം ചെയ്യണം, ഇല്ലെങ്കിൽ അത് വാടിപ്പോകും. നമ്മുടെ സൗഹൃദം വാടിപ്പോകാതെ നമ്മളതിനെ പരിചരിച്ച് കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഭാഷണം അവസാനിപ്പിക്കാം മക്കളെ. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? അനുധാരയുടെ കഥാപാത്ര നിരൂപണം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതൊന്ന് പെട്ടെന്ന് നോക്കാം. പ്രിയ എസിൻ്റെ താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് അനുധാര. അസുഖബാധിതയായ അനുധാര നീലകണ്ഠനും ആയുള്ള ആത്മാർത്ഥ സൗഹൃദത്തിൽ ആനന്ദം കണ്ടെത്തുകയാണ് കഥയിൽ. നീലകണ്ഠനുമായുള്ള ഒരു സൗഹൃദത്തിലാണ് അനുധാര തൻ്റെ സന്തോഷം കണ്ടെത്തുന്നത്. ഉള്ളിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും പരിശുദ്ധമായ സ്നേഹവുമുള്ള കഥാപാത്രമാണ് അനുധാര. ഉള്ളിലൊരു അല്ലാത്തൊരു സത്യസന്ധത, ഒരു ആത്മാർത്ഥതയുള്ള കഥാപാത്രമാണ് അനുധാര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉള്ളറിഞ്ഞ് പെൺകുട്ടിക്ക് നീലകണ്ഠനെ സ്നേഹിക്കാനും അംഗീകരിക്കാനും കഴിയുന്നത്. തനിക്ക് അച്ഛനും അമ്മയും വാങ്ങിത്തന്ന കളർ പെൻസിൽ അച്ഛനില്ലാതെ വളർന്ന നീലകണ്ഠന് കൊടുക്കുന്നതും അനുധാരയുടെ നല്ല മനസ്സിൻ്റെ മഹത്വം കൊണ്ട് തന്നെയാണ്. അച്ഛനും അമ്മയും ഇല്ലാത്ത നീലകണ്ഠന് നല്ല കളർ പെൻസിൽ കൊടുക്കാനും അനുധാര മറക്കുന്നില്ല. ഒടുക്കം ആശുപത്രിയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന നീലകണ്ഠനൊപ്പം കയ്യും പിടിച്ച് നടന്നു നീങ്ങുന്ന അനുധാര ഏതൊരു വായനക്കാരനിലും ആത്മാർത്ഥ സൗഹൃദത്തിൻ്റെ പ്രതീകമാകുന്നു. ഒടുക്കം അച്ഛനില്ലാതെ വളർന്ന കഷ്ടപ്പാടുകൾ സഹിച്ച് പനി വന്ന് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ നീലകണ്ഠൻ നടന്നു നീങ്ങുമ്പോൾ അവൻ്റെ കൈ പിടിച്ച് അവനൊരു കരുത്തായി തുണയായി പോകുന്ന അനുധാര എന്ന് പറയുന്ന കഥാപാത്രവും സ്നേഹവും പരിശുദ്ധിയും ഹൃദയ നൈർമല്യതയും ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള ഒരു സുഹൃത്തായി കഥാപാത്രമായി നമ്മുടെ കഥയിൽ പരിണമിക്കുന്നു കാണാൻ സാധിക്കും. ഇപ്പം നമ്മുടെ താളുകൾക്കിടയിൽ എന്ന് പറയുന്ന മനോഹരമായ കഥയിലെ ഓണം പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ എല്ലാവരും കഥാഭാഗം ഒന്നും കൂടി വിശദമായി വായിക്കുക, എക്സാമിന് നന്നായി ഒരുങ്ങുക. എല്ലാവർക്കും എല്ലാ മുത്തുമണികൾക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം, സംസാരിക്കാം. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.